ഓയ് ഗസീട്ടെ, സയൻസ് പറയുന്നത് മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായതാണെന്നാണ്. പുരാതന കാലത്ത് നമ്മളൊക്കെ കുരങ്ങന്മാരായിരുന്നു അത്രേ. ഇനി കണ്ടോ ഗസീട്ടെ, ഞാൻ ലോകത്തെ തന്നെ ഒന്ന് വിസ്മയിപ്പിക്കാൻ പോവുകയാണ്. കൊച്ചടുത്തല്ലോ, എന്താ ദിശയാണത്? കുരങ്ങന്മാർക്ക് വെള്ളവും കടലയും ഒരുപാട് ഇഷ്ടമാണത്രേ. ഞാൻ എന്റെ മരുന്ന് ഈ കടലയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആ കുരങ്ങന്മാരെ കൊണ്ട് തീറ്റിക്കും. അതിനുശേഷം ആ കുരങ്ങന്മാരൊക്കെ മനുഷ്യന്മാരായി മാറും ഗസീട്ടെ. ഇനി കണ്ടോ കളി. നല്ല മണം. അല്ല വലിയേട്ടാ, സുഖമല്ലേ? എനിക്ക് സുഖക്കുറവൊന്നുമില്ല. പക്ഷെ നിന്റെ അവസ്ഥ എന്താവും എനിക്കറിയില്ല മോട്ടു. വേഗം വീട്ടിൽ ചെന്ന് നന്നായിട്ട് ഉറങ്ങാൻ നോക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് അറിയിക്കണം കേട്ടോ. എപ്പോഴും നിങ്ങളുടെ എക്സ്പെരിമെന്റിന് ഇരയാവുന്നത് ഞാൻ തന്നെയല്ലേ. ഇനി മോളിൽ ചെന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്ക്. താഴോട്ട് വരുമ്പോ ഫോണ് വിളിക്കാൻ മറക്കരുത്. മോട്ടൂന് വാലോ. എന്താ എന്ത് പറ്റി? എന്തിനാ കിടന്നിങ്ങനെ നിലവിളിക്കുന്നേ? നീ വല്ല ഹനുമാനെയും കണ്ടോ? ഹനുമാനൊന്നല്ല മോട്ടു, നീ ഒന്ന് പിന്നിലേക്ക് നോക്ക്. നിന്റെ പിന്നിൽ വാല് മുളച്ചിരിക്കുന്നു. ഇല്ല പത്തലു, ഡോക്ടർ ജഡ്കയുടെ മരുന്ന് എന്നെ കുരങ്ങനാക്കി മാറ്റി പത്തലു. എന്തേലും ചെയ്യ് പത്തലു. എന്റെ മോട്ടു, നീ ആദ്യം വാലെടുത്ത് ഡ്രസ്സിനകത്തേക്ക് ഇട്. ആരെങ്കിലും കണ്ടാ പിന്നെ ചിരിക്കും. പത്തലു, ഇതകത്തോട്ട് പോകാൻ ഒരു വഴിയുമില്ലല്ലോ. ഓഹോ, മോട്ടു ആദ്യമേ തന്നെ ഈ പരുവത്തിലാണല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ വീണ്ടും ആയത്? നോക്ക്, ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട്. നിന്റെ വാലുകൊണ്ട് എന്നെ അടിക്കുന്നോ? നീ അത്രക്കായോ? എന്തിനാ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് നിലവിളിക്കുന്നത്? വലിയ കാര്യത്തിൽ എന്നെ മേലോട്ടേക്ക് പറഞ്ഞു വിടുമ്പോ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? രക്ഷിക്കൂ. ഓഹോ, അടിപൊളിയാണല്ലോ പത്തലു. കണ്ടില്ലേ ഞാൻ എത്ര നിസ്സാരമായിട്ടാ മരത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കുന്നതെന്ന്. ഇനി എനിക്ക് ആ ബോക്സറിന് യാതൊരു പേടിയുമില്ല. എടോ ബോക്സറെ, വരൂ, വന്നെന്നെ തല്ലടോ. എന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. വാ ബോക്സറെ, വാ. ഇന്ന് നിനക്ക് ഞാൻ പണി എന്താന്ന് പഠിപ്പിച്ചു തരാം. വരാൻ. ഓട്ടോ, ഇന്ന് ഞാൻ വഴക്കടിക്കാനുള്ള മൂഡിലല്ല. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. എന്റെ അമ്മച്ചിയെ, പുള്ളിക്കാരൻ നമ്മളെ പോലെ ആണല്ലോ. എന്നാ ഫൈറ്റ് ആയിരുന്നു. ശരി, ഞാൻ കൂട്ടുകാരെ പോയി വിളിച്ചോണ്ട് വരട്ടെ. ടിങ്കു പിങ്കു ടിങ്കു പിങ്കു, ട്രോളി പോളി ഷോളി ട്രോളി, എല്ലാരും ആ. ഓയ് പത്തലു, നീ വിഷമിക്കൊന്നും വേണ്ട. മോട്ടുവിനെ പിടിച്ച് എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവാ. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവനെ ശരിയാക്കിക്കൊള്ളാം പത്തലു. ഹായ് മോട്ടു. മീറ്റ് മൈ ഫ്രണ്ട്സ് ഇങ്കു പിങ്കു ടിങ്കു ഷിങ്കു ടോളി പോളി ഷോളി ട്രോളി. കൂട്ടുകാരെ, ഇത് മോട്ടുവാണ്. ഇന്നലെ വരെ മനുഷ്യനായിരുന്നു, ഇന്ന് നമ്മളെ പോലെ തന്നെയായി. ഇന്ന് മുതൽ നമ്മള് കൂട്ടുകാര്. അതെ അതെ, നമ്മളൊക്കെ കൂട്ടുകാർ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടി ആ ബോക്സറിന് ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? നീ അവരെയൊക്കെ ഒഴിവാക്കിട്ട് വാ. എന്നിട്ട് നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവാം. കൂട്ടുകാര്, ആ പത്തിലു നമ്മുടെ കൂട്ടുകാരനെ നമ്മുടെ അടുത്ത് ദൂരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങേർക്ക് നമ്മളൊരു നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കട്ടെ. വേണ്ട വേണ്ട, നിൽക്കൂ. രക്ഷിക്കണേ. നീ എന്തായി കാണിക്കുന്ന? ഇരിക്കണമെങ്കിൽ പുറകെ ഇരുന്നാ പോരെ, എന്തിനാ ഈ മുന്നിൽ വന്നിരിക്കുന്ന?
പറഞ്ഞത്? സാറേ ഒന്ന് നിർത്ത്. ഇരുന്നതല്ല, മോട്ടുവിനെ കുരങ്ങന്മാരെല്ലാം പിടിച്ചു വെച്ചിരിക്കുക. വേഗം അവന്റെ പുറകെ വിട്. Why fear when Chingam is here? വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. നിർത്ത്, ദേ കണ്ടില്ലേ? അതെ ചിങ്കം സാറേ, എന്റെ കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടോ? പപ്പു, ഇങ്കു, പിങ്കു, ടിങ്കു, ടിപ്പു, ഡോളി. ഇവര് നിന്റെ കൂട്ടുകാരില്ല, ശത്രുക്കളാണ്. കൊരങ്ങന്മാരെ ശ്രദ്ധിച്ച് കേട്ടോളണം. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. മോട്ടുനെ വിട്ട് മര്യാദയ്ക്ക് സ്ഥലം വിട്ടോളൂ, അല്ലെങ്കിൽ എന്റെ അമ്മ വിടില്ല ഞാൻ. ചിങ്കത്തിനോടാണോ കളി ഞാൻ പഠിപ്പിച്ചു തരാം. ചിങ്കം സാറേ വേഗം വാ, സ്ഥലം വിടാം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇവന്മാരെല്ലായിടത്തും കാവൽക്കാരെ വെച്ചിരിക്കുകയാണല്ലോ. മോട്ടുവിനെ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് എങ്ങനെ കൊണ്ടുപോകുക? ഐഡിയ. മേൽക്കൂര വഴി താഴേക്ക് ഇറങ്ങി മോട്ടുവിനെ പതുക്കെ കൂട്ടിക്കൊണ്ട് പോകാം. അല്ല, ഞാനിത് എവിടെയാ ഈ കുരങ്ങന്മാരുടെ നടുവില്? ഇവന്മാര് കാരണമായിരിക്കും പത്തലൂന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. എന്റെ പൊന്നു ദൈവങ്ങളെ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. സൂക്ഷിച്ച്, എല്ലാരും ഉണരും. യെസ്, സൂക്ഷിച്ച്. ആരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞ. ഞാനാരാ? ഞാൻ നിന്റെ ചെറിയ കൂട്ടുകാരൻ പപ്പു. മോട്ടു രക്ഷിക്കേ, മോട്ടു രക്ഷിക്കേ. കൂട്ടുകാരെ, ഇന്നലെ രാത്രി പത്തിലും മോട്ടുവിനെ കൊണ്ടുവരാനായിട്ട് വന്നു. മോട്ടുവിന് ഇവിടെ അപകടമാണ്, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കാട്ടിലേക്ക് കൊണ്ടുപോവാം. നമ്മൾ അവിടെ ജീവിക്കും. പക്ഷെ എനിക്ക് കാട്ടിൽ താമസിക്കണമെന്നൊന്നുമില്ല. എനിക്കിവിടെ എന്റെ കൂട്ടുകാരൻ പത്തലൂന്റെ കൂടെ താമസിച്ചാ മതി. നീ നമ്മുടെ കൂട്ടുകാരനാണ്, അതുകൊണ്ട് മനുഷ്യന്മാരായിട്ട് കൂട്ടുകെട്ട് വേണ്ട, കേട്ടാ? വലിയ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ മോട്ടുവിനെ കൊണ്ട് കാട്ടിലേക്ക് പോകാം. പത്തലു, ഈ കുരങ്ങന്മാരൊക്കെ എന്നെ കാട്ടിലേക്ക് കൊണ്ടുപോവോ? വേഗം വരൂ. നീ ആരെയും വിളിക്കൂല. നമ്മൾ ഒരു ഫാമിലിയാണ്, നമ്മൾ ഒന്നായിട്ടേ ജീവിക്കൂ. എന്റെ കാർ അവിടെ വെക്ക്. എന്റെ കാർ കൊണ്ടുപോകരുത്. ഹസ് ഹസ് ഹുർ. അങ്ങോട്ട് നോക്ക്, ദാ അവരുടെ കാറ്. മോട്ടു, നീ പേടിക്കണ്ട, ഞാനിതാ എത്തി. പത്തലു, വേഗം വരൂ. മോട്ടു, ദേ സമൂസ വരുന്നുണ്ട്. കഴിച്ചിട്ട് കുരങ്ങന്മാർക്ക് പണി കൊടുക്ക്. വേണ്ട. എന്റെ അമ്മ. ഒരു സമൂസ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഞങ്ങള് മറുമരുന്ന് നിനക്ക് അമ്പയ്യ ഒരെണ്ണമെങ്കിലും കൊണ്ടാ മതി. നീ പഴയതുപോലെ ആയിക്കോളും. അതെ, വേണ്ട. ഐഡിയ. യെസ്. പത്തലു, പത്തലു, പത്തലല്ലേ, പത്തലു, പത്തലു, പത്തലല്ലേ.
മോട്ടു, ഞാൻ നിനക്ക് വേണ്ടിയാ ഇവിടേക്ക് വന്നത്. പക്ഷെ നീ ഇത് എവിടേക്കാ ഓടുന്നത്? ഓടാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാൻ ഓടുന്നു, അത്രേ ഉള്ളൂ. സോറി. മോട്ടു, നിന്റെ വാല് അപ്രത്യക്ഷമായി. അപ്പൊ മരുന്ന് ഫലിച്ചു എന്നാ തോന്നുന്നത്. നമ്മുടെ വാല് എവിടെ പോയി? ഡോക്ടർ ജഡ്കയുടെ മരുന്ന് കാരണം നിങ്ങളുടെ വാല് പോയത്. ഈ ഡോക്ടർ ഝട്ക ആരാണ്? ദേ കണ്ടോ, കാറിലുണ്ട്. കൂട്ടുകാരെ, ആക്രമിക്കൂ. അങ്ങേര് കാരണമാണ് നമ്മുടെ വാല് പോയത്. നമുക്ക് നമ്മുടെ വാല് കിട്ടുന്നതിനും വരെ അങ്ങേരെ കടിച്ചു പറിക്കാം. വരൂ, ആക്രമിക്കാം. പോയി കസീട്ട് പണി പാളി.